Students, നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക, കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ അതിന് മുമ്പ് കണ്ടക്ടർ എന്താണെന്ന് നമുക്കറിയാമല്ലോ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുള്ള മെറ്റൽ പോലുള്ള ഒരു മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് വരുമ്പോൾ ഈ കണ്ടക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറിനുള്ളിൽ നമുക്ക് ചാർജ് ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് നിലനിർത്താൻ പറ്റില്ല. ഒരു കണ്ടക്ടറിൽ നമുക്ക് ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് എപ്പോഴും കണ്ടക്ട് ചെയ്ത് അതിൻ്റെ സർഫസിലേക്ക് ഫ്ലോ ചെയ്ത് സർഫസിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരു കണ്ടക്ടറിൽ എപ്പോൾ ചാർജ് കൊടുത്താലും ഉള്ളിൽ കൊടുത്താലും അത് പുറത്തേക്ക് കണ്ടക്ട് ചെയ്ത് സർഫസിൽ സ്പ്രെഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജാണ് നമ്മളൊരു കണ്ടക്ടറിൻ്റെ സർഫസിൽ കൊടുക്കുന്നത്, യൂണിഫോമായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർഫസിലെ പൊട്ടൻഷ്യലിനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. V = 1/4πε0 Q/R എന്നാണ് ഇക്വേഷൻ. ഇവിടെ V സർഫസിലെ പൊട്ടൻഷ്യലും Q സർഫസിൽ കൊടുത്ത ചാർജുമാണ്. ഇതൊരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷനാണ്. R എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിൽ കൊടുക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണലാണ്. പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ഗിവൺ ടു ദ കണ്ടക്ടർ. V പ്രൊപ്പോർഷണൽ ടു Q, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ Q പ്രൊപ്പോർഷണൽ ടു V എന്നെഴുതാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് Q/V എടുത്താൽ എന്ത് കിട്ടും? Q/V വിൽ ബി എ കോൺസ്റ്റൻ്റ് അല്ലേ. ഈ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുക. സോ വി ക്യാൻ ഡിഫൈൻ കപ്പാസിറ്റൻസ് ആസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ, ചാർജ് ഗിവൺ ടു ദ കണ്ടക്ടർ ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. ഇപ്പോൾ Q ചാർജ് കൊടുക്കുമ്പോൾ സർഫസിലുണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് V എങ്കിൽ കൊടുത്ത ചാർജ് Qവും സർഫസിലേക്ക് കൂടിയ സർഫസിലുണ്ടായ പൊട്ടൻഷ്യൽ Vയും തമ്മിലുള്ള റേഷ്യോ, അതാണ് കപ്പാസിറ്റൻസ്. ഈ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? Q ചാർജാണ്, ചാർജിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താ? കുളും. V പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്. സോ ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് വിൽ ബി കുളും പെർ വോൾട്ട്. ഇവിടെ C എന്ന് പറയുന്ന കുളുംബാണ്, V വോൾട്ട്, coulomb per volt, and 1 coulomb per volt is called a farad. So the SI unit of capacitance is farad and its symbol is capital F. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും μF, PF എന്നൊക്കെ കാണും. എന്താണ് μF? μF എന്ന് പറഞ്ഞാൽ മൈക്രോ ഫാരഡ്. മൈക്രോ മീൻസ് 10⁻⁻⁶. അപ്പോൾ 1 μF is 10⁻⁻⁶ ഫാരഡ്. അതുപോലെ PF എന്താ? P എന്ന് പറയുന്നത് പൈക്കോ. ദറ്റ് ഈസ് 1 പൈക്കോ 10⁻⁻12. സോ 1 PF ഈസ് 10⁻⁻12 ഫാരഡ്. കപ്പാസിറ്റൻസ് വാല്യൂ വളരെ കുറവുള്ള കേസിലാണ് നമ്മൾ μF, PF പോലുള്ള യൂണിറ്റുകൾ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ Q/V = കപ്പാസിറ്റൻസ് എന്ന് എഴുതി അല്ലേ. ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കപ്പാസിറ്റൻസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഈ കപ്പാസിറ്റൻസ് എന്നുള്ളതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് ഇതിനപ്പുറത്താണ്. കപ്പാസിറ്റൻസിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് എന്നാണ്. ഒരു കണ്ടക്ടറിന് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ ഈ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ ഷേപ്പിനെയും അതിൻ്റെ സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി കൂടിയാണ്. എന്താണ് ഈ എബിലിറ്റി ടു സ്റ്റോർ ചാർജ് എന്ന് പറയുന്നത്? ഒരു കണ്ടക്ടറിന് എത്രമാത്രം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും? അതിനൊരു ലിമിറ്റ് ഉണ്ടോ? എന്താ അതിൻ്റെ ലിമിറ്റ്? അതാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു, ഒരു കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. ഇതാണ് പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ. പക്ഷേ ഈ പൊട്ടൻഷ്യൽ Q കൂടുന്തോറും എന്ത് കൂടും? പൊട്ടൻഷ്യലും കൂടും. പക്ഷേ ഈ പൊട്ടൻഷ്യൽ കൂടുന്നതിനൊരു ലിമിറ്റുണ്ട്. എന്താ ലിമിറ്റ്? ഈ പൊട്ടൻഷ്യൽ കൂടുന്നു എന്ന് പറയുമ്പോൾ കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും കൂടുന്നു എന്നാണ്.
ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടി വന്ന് അത് ഈ കണ്ടക്ടറിന് ചുറ്റുമുള്ള ഒരു ഡൈലക്ട്രിക് മീഡിയം, എയർ പോലുള്ള മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലായാൽ ചുറ്റുമുള്ള എയർ പോലുള്ള മീഡിയം ബ്രേക്ക് ഡൗൺ ആവും. എന്ന് പറഞ്ഞാൽ അയണൈസ് ചെയ്യും, അത് കണ്ടക്റ്റിംഗ് ആവും. അപ്പോൾ നമ്മുടെ കണ്ടക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ചുറ്റുമുള്ള മീഡിയത്തിലേക്ക്, എയറിലേക്കൊക്കെ കണ്ടക്ട് ചെയ്ത് നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും ഒരു കണ്ടക്ടറിൽ കൊടുക്കുന്ന ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതുമൂലം അതിൻ്റെ സർഫസിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചുറ്റുമുള്ള എയർ പോലുള്ള മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്തിലും കുറവാകത്തക്ക വിധത്തിലായിരിക്കും. അതാണ് ഒരു ലിമിറ്റ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് അറ്റൈൻ ചെയ്യുന്നിടം വരെ മാത്രമേ ഒരു കണ്ടക്ടറിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ചാർജ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കണ്ടക്ടറിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചാർജിനെയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ മീനിങ്ങിലേക്ക് വരാം. അത് ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിയുടെ വാല്യൂ 1 ആവുമ്പോൾ ക്യൂ എന്താകുന്നത്? സി ആണ്. സി എന്താ? കപ്പാസിറ്റൻസ്. ക്യൂ എന്താ? ചാർജ്. അപ്പോൾ ഒരു V1 വോൾട്ട് കൂട്ടണമെങ്കിൽ എത്ര ചാർജ് കൊടുക്കണം? V1 ആകണമെങ്കിൽ ക്യൂ എന്തിനു തുല്യമാണ്? സിക്ക് തുല്യമാണ്. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസിന് തുല്യമായ അളവിൽ ചാർജ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ 1 വോൾട്ട് കൂടുന്നു. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ കൂട്ടാൻ എത്ര ചാർജ് കൊടുക്കണം? സി എമൗണ്ട് ഓഫ് ചാർജ് കൊടുക്കണം. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ക്യൂവിന് തുല്യമാണ്. വിച്ച് ഈസ് റിക്വയർഡ് ടു റൈസ് ദ പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. ഇതാണ് നമ്മൾ കപ്പാസിറ്റൻസിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ. Capacitance is the charge required to rise the potential of a conductor by 1 volt. ഇതുപോലെ നമുക്ക് ഫാരഡിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഇവിടെ നമ്മൾ കണ്ടു ഫാരഡ് എന്ന് പറയുന്നത് 1 കുളും പെർ വോൾട്ടാണ്. ചാർജ് 1 കുളും, പൊട്ടൻഷ്യൽ 1 വോൾട്ട് അല്ലേ? അപ്പോൾ 1 കുളും ചാർജ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ 1 വോൾട്ട് കൂടുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് 1 ഫാരഡ്. അപ്പോൾ 1 farad is the capacitance of a conductor in which a charge of 1 coulomb rises the potential by 1 volt. ഇതാണ് ഫാരഡിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് 10 ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? വാട്ട് ഈസ് മെൻ ബൈ സേയിങ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് 10 ഫാരഡ്? ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തേ. 1 വോൾട്ട് പൊട്ടൻഷ്യൽ കൂട്ടാൻ എത്ര ചാർജ് വേണ്ടി വരും? 10 കുളും ചാർജ് വേണം. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് എത്രയാവും? 10 ഫാരഡ്. അപ്പം 10 ഫാരഡ് കപ്പാസിറ്റൻസ് മീൻസ് ആ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് കൂട്ടാൻ അതിന് എത്ര ചാർജ് വേണം? 10 കുളും ചാർജ് വേണം. അപ്പോൾ ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് 10 ഫാരഡ്, it means that the charge required to raise the potential of the conductor by 1 volt is 10 coulomb എന്നാണ്. 25 μF എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരിക? The charge required to raise the potential by 1 volt for that conductor is 25 microcoulomb എന്നാണ്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞു ക്യൂ പ്രൊപ്പോർഷണൽ ടു വി എന്ന്. അതായത് ചാർജ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കൂടുന്നു. പൊട്ടൻഷ്യൽ കൂട്ടാൻ എന്ത് കൂട്ടണം? ചാർജ് കൂട്ടണം. ചാർജ് കൂടുന്തോറും അതിന് പ്രൊപ്പോർഷണറ്റായിട്ട് പൊട്ടൻഷ്യൽ കൂടുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ നമ്മൾ ചാർജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടുകയാണെന്ന് വിചാരിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൊട്ടൻഷ്യലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. അവ തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ, അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലും കൊടുക്കുന്ന ചാർജും അന്നേരം ആ സമയത്ത് അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യലും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്? ക്യൂ പ്രൊപ്പോർഷണൽ ടു വി ആണ്. സോ ദ ക്യൂ വി ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? സ്ലോപ്പ് എടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ സങ്കല്പിക്കാം.
ABC എന്ന ട്രയാങ്കിൾ. ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ is equal to opposite side BC by adjacent side AB. So slope equal to BC by AB. BC ഇതിന് പാരലലായിട്ടാണ് വരിക ക്യൂവിന്, AB വിക്ക് പാരലൽ. സോ വി ക്യാൻ റൈറ്റ് BC by AB equal to Q by B equal to C, that is capacitance. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ച് ABC എന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതുക. അതുപോലെ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റൻസ്, A or B? ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ഗ്രാഫ് QV ഗ്രാഫാണ്. Q y ആക്സിസിലും V X ആക്സിസിലും. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇതിൻ്റെ കപ്പാസിറ്റൻസിനെ ഡിനോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ഗ്രാഫിനാണ് സ്ലോപ്പ് കൂടുതൽ? സ്ലോപ്പ് എന്ന് പറയുന്ന X ആക്സിസിൽ നിന്നുള്ള ഡീവിയേഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ആംഗിളായിട്ട് എടുക്കാം. ആംഗിൾ തീറ്റ ഏതിനാണ് കൂടുതൽ? എയ്ക്കാണ്. ടാൻ തീറ്റയുടെ വാല്യൂം എയ്ക്കാണ് കൂടുതൽ, സ്ലോപ്പ് കൂടുതൽ എയ്ക്കാണ്. സോ എ ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റൻസ് അല്ലേ. അപ്പോൾ ഇതാണ്, ഇപ്പോൾ ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടക്ടർ ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റൻസ്, A or B? എന്താ അതിൻ്റെ ആൻസർ? സ്ലോപ്പ് ഓഫ് A is greater than slope of B. So capacitance is more for conductor A. ഇവിടെ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ എഴുതാം, സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് കപ്പാസിറ്റൻസ് എന്ന് എഴുതിയിട്ട് തുടങ്ങിയാൽ. എന്താ എക്ക് കൂടുതൽ കപ്പാസിറ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A can store more charge എന്നാണ് അല്ലേ, ദാൻ B. അല്ലെങ്കിൽ നമുക്ക് പറയാം വിയുടെ വാല്യൂ സെയിം ആകുമ്പോൾ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഇതിലാണ് എയിലാണ്. ഒരേ പൊട്ടൻഷ്യൽ വാല്യൂ അക്വയർ ചെയ്യാൻ കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നത് എക്കാണ്. ഓർ എ ക്യാൻ സ്റ്റോർ മോർ ചാർജ് ദാൻ ബി വെൻ ദേ അറ്റൈൻ ദ സെയിം പൊട്ടൻഷ്യൽ എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു മീനിങ് വരിക. അടുത്തതായിട്ട് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിംഗിൾ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസിനെ കുറിച്ചാണ്. പക്ഷെ നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്കൊരു സിംഗിൾ കണ്ടക്ടർ അല്ല യൂസ് ചെയ്യുക. ഇവിടെ ഈ സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സിൽ ഒക്കെ ചെയ്യുക, ഉള്ളിലൊരു സിലിണ്ടർ അതേ ആക്സിസ് വരത്തക്ക വിധത്തിൽ പുറത്ത് മറ്റൊരു സിലിണ്ടർ, അങ്ങനെ കോആക്സിലായിട്ട് ഒന്നിനുള്ളിൽ മറ്റൊന്ന് വരത്തക്ക വിധത്തിൽ രണ്ട് സിലിണ്ടറുകളുള്ള ഒരു സംവിധാനമാണ് ഈ സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ്. അതുപോലെ സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സിൽ ഒരു സ്ഫിയർ ഉള്ളിൽ, അതിന് പുറത്ത് അതേ സെൻറ്റർ വരുന്ന മറ്റൊരു സ്ഫിയർ, അങ്ങനെയുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളുണ്ട്. രണ്ട് പ്ലേറ്റുകളാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ആ പ്ലേറ്റുകൾ പാരലലായിട്ടായിരിക്കും വെച്ചിരിക്കുക. ആ പാരലൽ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് ഒരു ഡയലക്ട്രിക് മീഡിയം ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംവിധാനമാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പാസിറ്റേഴ്സാണ് നമ്മൾ സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഇതുപോലെ രണ്ട് കണ്ടക്ടേഴ്സ് പാരലലായിട്ടൊക്കെ കോസെൻട്രിക് ആയിട്ടോ അല്ലെങ്കിൽ കോആക്സിലായിട്ടൊക്കെ യൂസ് ചെയ്യുക? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ അടുത്ത ടോപ്പിക് അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ് കാണിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു പ്ലേറ്റ്, അതിന് നമ്മൾ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു, അതിന് പാരലലായിട്ട് മറ്റൊരു പ്ലേറ്റ് വെക്കുന്നു. അപ്പോൾ ഈ പ്ലേറ്റിൽ മാത്രമാണ് ചാർജ് കൊടുക്കുന്നതെങ്കിൽ പോലും അടുത്ത് വെക്കുന്ന മറ്റേ കണ്ടക്ടർ ഇൻഡക്ഷൻ വഴി ഓപ്പോസിറ്റ് ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും. ഇൻഡക്ഷനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്ലേറ്റുകൾക്കിടയ്ക്ക് നമ്മൾ എയറോ അല്ലെങ്കിൽ പേപ്പറോ മൈക്ക പോലുള്ള ഡയലക്ട്രിക് മെറ്റീരിയൽസോ ഒക്കെ വയ്ക്കും. ഈ ഒരു സംവിധാനത്തെയാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സംവിധാനമാണിത്, അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊരു സംവിധാനം എങ്ങനെയാണ് ഈ കണ്ടക്ടേഴ്സിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ കൂട്ടുന്നത്? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുക, പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ആദ്യത്തെ പ്ലേറ്റ് P1 എന്നൊരു പ്ലേറ്റ് മാത്രം ഉള്ളെന്ന് വിചാരിക്കുക. P2 ഇവിടെ ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കുക.
ഇപ്പോൾ P1 പ്ലേറ്റിൽ ക്യാപിറ്റൽ Q ചാർജ് കൊടുക്കുന്നു. ആ സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ V എന്നും വിചാരിക്കാം. So let us consider a metal plate P1 and let it is charged with a charge capital Q and its potential is capital V. Now what is the capacitance of the single conductor? The capacitance is given by C equal to Q by V. അല്ലേ, അത് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്തൊരു പ്ലേറ്റ് P2 വയ്ക്കുന്നു പാരലലായിട്ട്. അപ്പം അങ്ങനെ ഒരു പ്ലേറ്റ്, ഈ പ്ലേറ്റ് ന്യൂട്രൽ പ്ലേറ്റാണ് വയ്ക്കുക. പക്ഷേ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഈ വയ്ക്കുന്ന പ്ലേറ്റിൻ്റെ നിയർ സൈഡ് നെഗറ്റീവായിട്ട് ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യപ്പെടും. ഇപ്പുറത്തെ സൈഡ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടും. പക്ഷേ ആ സൈഡ് നമ്മൾ എർത്ത് ചെയ്യുന്നത് വഴി ന്യൂട്രലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംവിധാനത്തെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുക. ഇനി ഈ രണ്ടാമത്തെ പ്ലേറ്റ് വെക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യലിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് വരുന്നത് വഴി ഫസ്റ്റ് പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ കുറയുന്നു. ഫസ്റ്റ് പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പോൾ ഈ P1 P2 പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് തുല്യമാകുന്നു. അതാണ് പ്രധാനപ്പെട്ട സംഭവം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് V' എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് V' എന്ന് പറയുന്നത് വിയേക്കാൾ വളരെ വളരെ കുറവായിരിക്കും. V എന്ന് പറയുന്നത് ആദ്യത്തെ പ്ലേറ്റ് മാത്രം, പോസിറ്റീവ് പ്ലേറ്റ് മാത്രം ഉള്ളപ്പോൾ ഉള്ള പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷൻ എന്താ? ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് ചാർജിനെ P1 കൊണ്ടുവരാൻ വേണ്ട വർക്കാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഈ പ്ലേറ്റ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ട് യൂണിറ്റ് ചാർജിനെ ഇവിടെ വരെ കൊണ്ടുവരാൻ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും. പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റിൻ്റെ പ്രസൻസ് വരുന്നത് വഴി എന്ത് സംഭവിക്കും? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ P2 പ്ലേറ്റിലേക്ക് അത് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നോളൂ. പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കുറച്ച് വർക്കിൻ്റെ ആവശ്യം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പം പ്ലസ് P1 പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവയ്ക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ V' തുല്യമാണ്. അതുപോലെ V' ഈസ് മച്ച് ലെസ് ദാൻ V, where V ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സിംഗിൾ പ്ലേറ്റ്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇപ്പോൾ ഈ സംവിധാനത്തിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ന്യൂ കോമ്പിനേഷൻ ബിക്കംസ് C' ഈക്വൽ ടു Q by V'. അല്ലെ, കപ്പാസിറ്റൻസ് ഓഫ് ദ ഫസ്റ്റ് കണ്ടക്ടർ അത് തന്നെ എഴുതിയാൽ C' ഈക്വൽ ടു, അതിൽ ചാർജ് ഇപ്പോഴും Q തന്നെയാണ്, ബൈ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായി? V'. നമ്മൾ ആദ്യമേ പറഞ്ഞു V' ഈസ് മച്ച് ലെസ് ദാൻ Vn അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? C' ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ C എന്ന് എഴുതാം. അതായത് V' വരുന്ന ഇവിടെ ഡിനോമിനേറ്ററിലാണ് Vയും. ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി ചെറുതാകുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കൂടും. സോ ദ പ്രസൻസ് ഓഫ് ദ എർത്തഡ് പ്ലേറ്റ് P2 ഇൻക്രീസസ് ദ കപ്പാസിറ്റൻസ് ഓഫ് P1. ഇതാണ് ഒരു കപ്പാസിറ്റർ എന്നുള്ള സംവിധാനത്തിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരേ കണ്ടക്ടറിൻ്റെ തന്നെ കപ്പാസിറ്റൻസ് വാല്യൂ വളരെയധികം കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി സാധിക്കും. ഇതാണ് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതുപോലുള്ള ഈ കപ്പാസിറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ. അതാണ് ഈ ഫിഗറിൽ. ഇതെല്ലാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സാണ്. ഇവിടെ നമ്മൾ സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലേറ്റുകൾ അല്ലെ രണ്ട് സിലിണ്ടറുകളൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ നമ്മൾ ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ കൂട്ടുന്നത് എന്നോർക്കുക. താങ്ക് യു.